ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആണ് എന്ന് പറയാനായിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈസ്, ആർ, ആം, ഇത് മൂന്നിന്റെ മീനിങ് എന്താണ്? ആണ്. നമ്മൾ പറയില്ലേ ഞാൻ എഞ്ചിനീയർ ആണ്, ഡോക്ടർ ആണ്, ഹാപ്പി ആണ്, സാഡ് ആണെന്നൊക്കെ. ഇത് എങ്ങനെ സെന്റൻസ് വെച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ആം എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വേണം ചേർക്കാനായിട്ട്. ദെൻ സബ്ജക്ട് ഹിയോ, ഷിയോ, ഇറ്റോ, മറ്റ് സിംഗുലർ സബ്ജക്റ്റോ ആണെങ്കിൽ ഈസ് വേണം ചേർക്കാൻ. ദെൻ പ്ലൂറൽ സബ്ജക്റ്റുകളായ യു, ദെൻ വി, ദേ, ഇതല്ലാതെ മറ്റ് പ്ലൂറൽ സബ്ജക്റ്റുകളോ ആണെങ്കിൽ ആർ എന്ന ഓക്സിലറി വേർബ് വേണം ചേർക്കാനായിട്ട്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹി അദ്ദേഹമെന്നോ അവനെന്നോ അയാളെന്നോ ഒക്കെ പറയാം. ഷി അവൾ, ഇറ്റ് അത് അല്ലെങ്കിൽ ഇത്, യു നീ, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ദേ അവർ. ഇനി ഇത് വെച്ച് സെന്റൻസുകൾ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറയാണ് ഞാൻ സന്തോഷവതിയാണ്. അപ്പൊ അതെങ്ങനെ പറയും? ഞാൻ ആരാണ്? ഐ. ഐയുടെ കൂടെ വരുന്ന ആരാ? ഐ ആം. സന്തോഷവതി എന്നുള്ളതിന്, സന്തോഷം എന്നുള്ളതിന് ഹാപ്പി. ഐ ആം ഹാപ്പി. അപ്പൊ ഞാൻ സാഡ് ആണെന്നാണെങ്കിലോ ഐ ആം സാഡ്. ഞാൻ ഇവിടെയാണ്. അതെങ്ങനെ പറയും? ഐ ആം. ഞാനാണ്. ഇവിടെ എന്നുള്ളതിന് ഹിയർ. ഐ ആം ഹിയർ. ഞാൻ അവിടെയാണെന്നാണെങ്കിലോ ഐ ആം there. ഇനി മറ്റ് സബ്ജക്റ്റുകളോടെ വെച്ച് നമുക്ക് എഴുതി നോക്കാം. ഹി ഈസ് ആൻ എഞ്ചിനീയർ. അവന് ഒരു എഞ്ചിനീയർ ആണ്, അല്ലെ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ഷീ ഈസ് എ ടീച്ചർ. അവള് ഒരു ടീച്ചറാണ്. ഇറ്റ് ഈസ് ബിഗ്. അത് വലുതാണ്. ഇനി പ്ലൂറൽ സബ്ജക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് എഴുതി നോക്കാം. യു ആർ സ്മാർട്ട്. നീ സ്മാർട്ട് ആണ്. ദെൻ വി ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ കൂട്ടുകാരാണ്. നെക്സ്റ്റ് ദേ. ദേ ആർ അവരാണ്. ദേ ആർ നെയ്ബേഴ്സ്. അവർ അയൽക്കാരാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്തും ലൈഫില് ആണെന്ന് പറയാനായിട്ട് അതാത് സബ്ജക്റ്റിനോട് അതാത് ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. പിന്നെ ഹാപ്പി, സാഡ് അങ്ങനെയുള്ള സ്റ്റേറ്റീവ് വെർബ്സുകളോ അല്ലെങ്കിൽ നൗണുകളോ ഒക്കെ നമുക്ക് ഉപയോഗിച്ച് ഇതുപോലെ സെന്റൻസസ് മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ചെയ്യുകയാണ്. ഒരു പ്രവൃത്തി ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട്. നമ്മൾ ആദ്യം പഠിച്ചത് വെറുതെ ആണെന്ന് പറയാൻ, അതിനകത്തൊരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രവൃത്തി ഉള്ളപ്പോ നമ്മൾ ING വെച്ചാണ് ഇത് ചെയ്യുകയാണെന്ന് സെന്റൻസ് മേക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്തെഴുതുക? സബ്ജക്ട്. അതിനുശേഷം ഈസ്, ആർ, ആം പ്ലസ് വേർബിന്റെ ING രൂപമായിരിക്കും. ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പൊ അതാത് സബ്ജക്റ്റിന്റെ കൂടെ അതാത് ഓക്സിലറി വെർബ് വേണം എഴുതാനായിട്ട്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാണ് ഇറ്റ്, അത്. ഇറ്റ് ഈസ് സ്ലീപ്പിംഗ്. അത് ഉറങ്ങുകയാണ്. അത് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഇറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഇനി പറയാണ് ഹി, അദ്ദേഹം. ഹി ഈസ് വാക്കിംഗ്. അദ്ദേഹം നടക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഷീ. ഷീ ഈസ് ഡാൻസിങ്. അവൾ നൃത്തം ചെയ്യുകയാണ്. വി ആർ റീഡിങ്. ഞങ്ങൾ വായിക്കുകയാണ്. ദേ ആർ റൈറ്റിംഗ്. അവർ എഴുതുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ എല്ലാ വേർബിന്റെ അവസാനം എന്തുണ്ട്? ING ഉണ്ട്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് പറയാനായിട്ട് സബ്ജക്റ്റ്, അതിനുശേഷം ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് വേർബിന്റെ ING വെച്ച് ഇതുപോലെ എത്ര സെന്റൻസസ് വേണമെങ്കിലും നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഈ സെന്റൻസ് ഒക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പൊ അവൻ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു എന്താണ്? ഹി. അപ്പോ ഹി ഈസ് എന്താ? വിളിക്കുകയാണ്. അപ്പോ അവൻ ആണ്. വിളിക്കുക എന്നുള്ളതിന് എന്താണ്? കോൾ പ്ലസ് ING, കോളിംഗ്. ഹി ഈസ് calling.
നീ പോകുകയാണ്. നീ എന്നുള്ളതിന് യു, യുവിന്റെ കൂടെ വരുന്ന ഓക്സിലറി വേർബ് ആർ. യു ആർ. പോകുക എന്നുള്ളതിന് ഗോ പ്ലസ് ING ഗോയിങ്. യു ആർ ഗോയിങ്. ഇനി അവർ കളിക്കുകയാണെന്ന് എങ്ങനെ പറയും? അത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.